ഈ ശുഭദിന സന്ദേശം ആരംഭിച്ചത് തന്നെ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ പ്രതീക്ഷകളൊക്കെ വല്ലാതെ മങ്ങിപ്പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, കോവിഡ് കാലഘട്ടം. ആ സമയത്ത് മനസ്സിനൊരു ഉണർവ് കിട്ടാനും സച്ചിന്തകളാൽ മനസ്സിനെ നിറച്ച് ജീവിതത്തിൽ ഒരു പോസിറ്റിവിറ്റി കാണാനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു ആരംഭിച്ചത്. ദൈവാനുഗ്രഹത്താൽ അത് ഇന്നും തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ദിവസം നല്ലതാക്കണമെന്നുണ്ടെങ്കിൽ മനസ്സ് നന്നാക്കണം. മനസ്സ് നന്നാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത, നമ്മളാരെയും ഈ ലോകത്ത് എക്കാലവും ജീവിക്കാൻ പോകുന്നില്ല എന്നും ഒരിക്കലും ഇവിടെ നിന്ന് പോകേണ്ടവരാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിക്കപ്പുറത്ത് വാരിക്കൂട്ടാനോ വെട്ടിപ്പിടിക്കാനോ തോൽപ്പിക്കാനോ ജയിക്കാനോ ഒന്നും പരിശ്രമിച്ചൊന്നുമല്ല. കാരണം ഇതൊന്നും ഇവിടെ നിന്ന് പോകുമ്പോൾ ആരും കൊണ്ടുപോകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് വേറെ ആർക്കോ വേണ്ടി ഒരുപക്ഷെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരും എന്നുള്ള തിരിച്ചറിവും ഉണ്ടാവും. അങ്ങനെയുള്ള തിരിച്ചറിവുകളെക്കുറിച്ചുള്ള ചിന്തയിലാണ് ഇന്ന് ഒരു എപ്പിസോഡ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സംഭവം അല്ലെങ്കിൽ ചില സംഭവങ്ങൾ ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് പേര് ഒരു വ്യക്തി അല്ലെങ്കിൽ ചില വ്യക്തികൾ മരിക്കാൻ വേണ്ടി കാത്തിരുന്നിട്ട് മരിക്കാതെ കിടക്കുന്ന ഒരവസ്ഥ, കിടന്ന് വലിയുന്ന അവസ്ഥ എന്ന് പറയും. ഇങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല. എല്ലാവർക്കും അറിയാം ഇനി മുന്നോട്ടില്ല എന്ന്, പക്ഷെ വിട്ടിട്ട് പോകുന്നുമില്ല, ജീവൻ വേർപെടുന്നുമില്ല. അങ്ങനെയുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ കാണുമ്പോഴൊക്കെ അവിടെയുള്ള വീട്ടുകാർ പറയുന്ന അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കാരോ അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷകരോ ഒക്കെ പറയുന്നത്, ഒന്ന് മരണം എത്രയും വേഗം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നത് ആയുസ് നീട്ടിക്കിട്ടാനാണ്. പക്ഷേ അവരുടെയൊക്കെ ചിന്ത പോകുന്നത് വേഗം മരിക്കാൻ ഒന്ന് പ്രാർത്ഥിക്കണമെന്നാണ്. അങ്ങനെയുള്ള വ്യക്തികളും എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ചിലരൊക്കെ കണ്ടു കഴിയുമ്പോൾ, എത്ര നാളായി ഞാനിങ്ങനെ കിടക്കുന്നു, ഒന്ന് ഇവിടുന്ന് പോകാൻ വേണ്ടി, എത്രയും വേഗം ഒന്ന് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ. അപ്പം ഞാൻ അവരോടൊത്ത് സംസാരിക്കുമ്പോൾ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ വിട്ടു പോകാൻ പറ്റാത്തത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ തന്നെ കെട്ടിയിടുന്ന എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? അതും ഒരു കാരണമാകാം എന്ന് ഒരു സൂചന കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ തന്നെ കെട്ടിയിടുന്ന എന്തിൻ്റെയെങ്കിലും ഒരു ബന്ധനത്തിനാണെങ്കിൽ ഒരുപക്ഷെ എളുപ്പം ഒരുപക്ഷെ ആ കെട്ടഴിക്കാതെ ഇവിടെ നിന്ന് വിട്ടുപോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഞാൻ പല സംഭവങ്ങളിലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോട് ചില കടങ്ങൾ വീട്ടാനായിട്ട്, കാരണം അവരായിട്ട് വരുത്തി വെച്ച ദുരിതങ്ങൾ അവരായിട്ട് തന്നെ പരിഹരിക്കാൻ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർക്ക് സ്വസ്ഥതയും ശാന്തിയും കിട്ട് ഇവിടെ നിന്ന് വിട പറഞ്ഞ് പോകുന്നതായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ സൂചിപ്പിക്കാൻ കാരണം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം മുഖാന്തരം ആരെങ്കിലും ദുരിതത്തിലാവുകയോ ദുഃഖിക്കാനിടയാവുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് പെടുകയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും ശാന്തിയും, നമുക്കൊരു നല്ല മരണവും, സ്വസ്ഥതയോടെയുള്ള മരണം, അതാണല്ലോ നല്ല മരണം എന്ന് പറയുന്നത്, ലഭിക്കും എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നാം മുഖാന്തരം മറ്റുള്ളവരെ ദുരിതത്തിലായിരിക്കുകയോ അശാന്തിയിലായിരിക്കുകയോ അസ്വസ്ഥതയിലായിരിക്കുകയോ ദുഃഖത്തിലായിരിക്കുകയോ അർഹിക്കാത്ത ഒരു വിഷമത്തിലായിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണുനീര് നമ്മളെ ഇവിടെ തന്നെ കിടന്ന് വലിയുവാൻ ഒരു പക്ഷെ കാരണമാക്കും. അതൊരു കാവ്യനീതിയാണ്.
കാവ്യനീതി, പോയറ്റിക് ജസ്റ്റിസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിൻ്റെ ഒരു അർത്ഥം അതാണ്, കാവ്യനീതി. ഒരു പ്രപഞ്ചനീതിയും കൂടെ കൂടിയല്ലേ അത്. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മളും ചിന്തിക്കണം, നമ്മളായിട്ട് ആരെങ്കിലും കെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് തന്നെ അത് എത്രയും വേഗം അഴിക്കണം. കാരണം അത് അഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. റേഡിയോ മല്ലു, മലയാളിയുടെ പാട്ടുപെട്ടി.